അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരനായിട്ടുള്ള പ്രിയപ്പെട്ടവനായിട്ടുള്ള നമ്മുടെ ഇലോൺ മസ്കും അദ്ദേഹത്തിന്റെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോയും തമ്മിൽ വളരെ സീരിയസ് ആയിട്ട് വഴക്കിടുകയാണ്. ട്രംപ് നിശ്ചലനായിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡോജ് അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സംവിധാനം ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവരികയാണ്. എന്നിട്ടൊരു പുതിയ അധികാര കേന്ദ്രം അവിടെ സ്ഥാപിക്കുകയാണ് നമ്മുടെ ട്രംപ് ചെയ്തിരിക്കുന്നത്. ഇലോൺ മസ്ക് ആണ് അതിന്റെ തലവൻ എന്ന് പറയുന്നത്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും കയറി ഇടപെടാനുള്ള ഒരു പ്രത്യേക അധികാരം ഇതിലൂടെ മസ്കിന് ലഭിച്ചു. യു എസിനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത ആളെന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ആണ്. അത് കഴിഞ്ഞാൽ സ്പീക്കർ ഓഫ് ദ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് ആണ് അടുത്ത പവർ എന്ന് പറയുന്നത്. സെനറ്റ് മെജോറിറ്റി ലീഡറിനും തീർച്ചയായിട്ടും പവർ ഉണ്ട്. എന്നാൽ ഒരു ഭരണകൂടം ഭരിക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ നമ്മൾ സാധാരണ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റിന് പദവിയും അധികാരങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ പ്രസിഡന്റ് ഉള്ളപ്പോൾ വൈസ് പ്രസിഡന്റിന്റെ ആ പദവിക്കും അധികാരങ്ങൾക്കും പരിമിതികളുമുണ്ട്. എന്നാൽ പ്രസിഡന്റ് കഴിഞ്ഞാൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് സത്യത്തിൽ വളരെയധികം അധികാരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ യു എസിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മാർക്കോ റൂബിയോ ആണ്. ഈ മാർക്കോ റൂബിയോ എന്ന് പറയുന്നത് ഈ റിപ്പബ്ലിക്കൻസിന്റെ ഇടയിൽ മാത്രമല്ല, ഡെമോക്രാറ്റുകൾക്കിടയിലും അത്യാവശ്യം നല്ല പ്രതിച്ഛായ ഉള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇനി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന, ഇന്ത്യക്ക് വേണ്ടിയിട്ട് തുറന്നു തന്നെ പിന്തുണ പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. റിപ്പബ്ലിക്കൻസിന്റെ ഇടയിൽ ട്രംപ് കഴിഞ്ഞാൽ സാമാന്യം തെറ്റില്ലാത്ത സ്വാധീനമുള്ള ഒരാൾ കൂടിയാണ്. അപ്പൊ ഈ മാർക്കോ റൂബിയോ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന യു എസിൽ നടന്ന ഒരു മീറ്റിംഗിന്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇലോൺ മസ്ക് നിന്ന് സംസാരിക്കുന്നു. വളരെ ഒരു വ്യത്യസ്തമായൊരു മുഖഭാവത്തിൽ, ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ അവിടെ മാർക്കോ റൂബിയോ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം എന്തൊക്കെയോ കുത്തി കുറിക്കുന്നൊക്കെ ഉണ്ട്, പടം വരച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല. കാരണം ഈ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളിലും ഗവൺമെന്റിന്റെ വിഷയങ്ങളിലും പരിധി വിട്ട് ട്രംപിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ പരിധി വിട്ട് ഇടപെടാൻ മസ്ക് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. റിപ്പബ്ലിക്കൻസിന് തന്നെ അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ മസ്ക് എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ഒരാളാണ്. മറ്റേത് റിപ്പബ്ലിക്കൻസ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അതിലൂടെ ഉയർന്നു വന്ന നേതാക്കളാണ് അതിൽ പ്രധാനപ്പെട്ട പദവികളിലേക്ക് ഇരിക്കുന്നത്. എന്നാൽ ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള, ഒരു സമ്പന്നനായിട്ടുള്ള ഒരാൾ പുറത്തുനിന്ന് ഇവരെയൊക്കെ കയറി ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കത് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ പോലും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് മസ്ക്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാത്തത് എന്നാണ്. അതിന് മറുപടിയായിട്ട് മാർക്കോ റൂബിയോ ചോദിച്ചു, 1500 പേര് പല കാരണങ്ങളാൽ ഇവിടെ നിന്ന് രാജിവെച്ച് പോയിട്ടുണ്ട്, ഞാൻ ഇനിയിപ്പോൾ അവരെയൊക്കെ തിരിച്ചെടുത്തിട്ട് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പറഞ്ഞയക്കണമെന്നാണ് അദ്ദേഹം മറുപടി ചോദിച്ചത്. അങ്ങനെ മാർക്കോ റൂബിയോയും അതുപോലെ തന്നെ ഈ മസ്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുന്നു. ട്രംപ് ഇടപെട്ടിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ നിങ്ങളുടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരെയും തമ്മിലൊന്ന് ആശ്വസിപ്പിച്ച് ബാലൻസ് കെ നായർ കളിച്ചു അവിടെ. എന്നിട്ട് ട്രംപ് പറഞ്ഞു ഈ കാര്യങ്ങളൊന്നും പുറത്തറിയരുത് എന്ന്. പക്ഷെ മാധ്യമങ്ങൾ എങ്ങനെയോ ഇത് വെളിയിലാക്കി. ഇപ്പോൾ അത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഇന്നലെ വന്ന് ട്രംപ് നിഷേധിച്ചു, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, നമ്മുടെ മസ്കും അതുപോലെ മാർക്കോയൊക്കെ തമ്മിൽ വളരെ നല്ല ടേംസിലാണ്, നിങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് പോയി. FBI ഡയറക്ടറായിട്ടുള്ള കാശ് പട്ടേൽ, അദ്ദേഹം നമുക്കറിയാം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഇന്ത്യൻ വംശജനാണ്, വളരെ പവർഫുൾ ആണ്. അപ്പോൾ കാശ് പട്ടേലിനെ ഒന്ന് ചൊറിയാനായിട്ട് നമ്മുടെ മസ്ക് ഒന്ന് പോയി. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥർക്ക് മെയിൽ അയച്ചിട്ട് നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പെട്ടെന്ന് റിട്ടേൺ എനിക്ക് മെയിൽ അയക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലിയിൽ നിന്ന് പുറത്തു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കും മെയിൽ അയച്ചു. അപ്പോൾ കാശ് പട്ടേൽ പറഞ്ഞു, നിങ്ങൾ അതിനൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ റിപ്പോർട്ട് ചെയ്താൽ മതി, അങ്ങനെ പല മെയിലും വരും, അതൊക്കെ അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതും മസ്കിന് ചെറുതായിട്ടൊന്ന് കൊണ്ടു. പക്ഷെ മൂപ്പരടുത്ത് കളിയൊന്നും നടക്കില്ല. കാശ് പട്ടേൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ടാണല്ലോ FBI ഡയറക്ടർ പോലുള്ള ഒരു പൊസിഷനിലേക്കൊക്കെ അദ്ദേഹം എത്തിയത്. അപ്പോൾ ഇവിടെ ഈ ഒരു അധികാര കേന്ദ്രമായിട്ട് മസ്ക് മാറുന്നത് റിപ്പബ്ലിക്കൻസിന്റെ ഇടയിൽ തന്നെ ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലോൺ മസ്ക് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോകളിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം കേരളത്തിൽ പോലും മസ്കിന് ഭയങ്കര ഫാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടിയാണ് അയാൾ. മസ്കിന് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. മസ്ക് ആരും ചിന്തിക്കാത്ത വഴികളിലൂടെ ശാസ്ത്രത്തെയും അല്ലെങ്കിൽ ടെക്നോളജിയെയും ഒക്കെ വളർത്തിക്കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹം ഒരു പവർ ഹൗസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യുക്രൈൻ്റെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി അത് മനസ്സിലാക്കാൻ. ഞാൻ എൻ്റെ സ്റ്റാർലിങ്ക് ഓഫ് ചെയ്താൽ നിങ്ങളുടെ കാര്യം അധോഗതിയാണ്.
സ്റ്റാർലിങ്ക് ഞാൻ ഓഫ് ചെയ്താൽ യുക്രൈൻ തീർന്നു എന്ന് അവരെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഇന്റർനെറ്റ് സംവിധാനം ആദ്യം അദ്ദേഹം എല്ലാ രാജ്യങ്ങളെയും നിർബന്ധിക്കും, നിങ്ങൾ ഇതിൽ പങ്കെടുക്കൂ, ഇത് നിങ്ങൾ ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞ് പങ്കെടുത്തിട്ട് ഓരോ രാജ്യങ്ങളിലുമുള്ള പ്രാദേശിക കമ്പനികളെല്ലാം തന്നെ പൂട്ടിക്കെട്ടിക്കും. എല്ലാവരും സ്റ്റാർലിങ്ക് ഉപയോഗിക്കാൻ തുടങ്ങും. അതിനുശേഷം പിന്നീട് ഇദ്ദേഹം തീരുമാനിക്കും ഏതൊക്കെ രാജ്യത്ത് ഇന്റർനെറ്റ് എപ്പോൾ വേണം, എപ്പോൾ അത് വിച്ഛേദിക്കണം, ഈ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം തീരുമാനിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഒരു പരിധി വിട്ട് മസ്കിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കൊടുക്കാത്തത്. സ്റ്റാർലിങ്ക് ഇനി ഇപ്പോൾ ഇന്ത്യയിൽ വന്നാൽ പോലും നിബന്ധനകളോടെ മാത്രമേ വരൂ, വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്ത്യയിലെ പ്ലേയേഴ്സിനെ ബാധിക്കുന്ന തരത്തിൽ ഒരിക്കലും സ്റ്റാർലിങ്കിന് ഇന്ത്യക്കാർ കളിക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ അപകട സാധ്യതയെക്കുറിച്ച് നന്നായിട്ട് ഇന്ത്യക്ക് അറിയാം. എന്നാൽ ഇത് അറിയാത്ത ഒരുപാട് രാജ്യങ്ങൾ ഇവരുടെ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൂടെ ഭാവിയിൽ ഒരു രാജ്യം ആ രാജ്യത്തിന്റെ പരമാധികാരം ഒരു കമ്പനിക്ക് കൊണ്ടുവന്ന് പണയം വയ്ക്കുകയാണ്. ആധുനിക കാലത്തെ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി മോഡൽ കമ്പനി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മസ്ക് നടത്താൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം സ്വയം ഒരു പവർ ഹൗസ് ആയിട്ട് മാറാൻ ആഗ്രഹിക്കുന്നു. ലോക രാജ്യങ്ങളിൽ നിയന്ത്രണം നേടാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ അടുത്ത് മാത്രമാണ് മൂപ്പർക്കത് നടക്കാതെ പോയത്. അപ്പോൾ ഇവിടെ മസ്ക് എന്ന് പറയുന്ന വ്യക്തി തങ്ങൾക്കൊരു പാരയാണെന്ന് റിപ്പബ്ലിക്കൻസ് തിരിച്ചറിയുന്നുണ്ട്. ആവശ്യം പോലെ പണം വാരിക്കോരി എറിഞ്ഞ് തന്നെ അധികാരത്തിലെത്തിച്ച മസ്കിന്റെ കാല് കഴുകാൻ വരെ തയ്യാറാണ് നമ്മുടെ ട്രംപ്. കാരണം മസ്ക് എന്ന് പറയുന്ന വ്യക്തി ട്രംപിന് വേണ്ടിയാണ് ട്വിറ്റർ പോലും വാങ്ങിയത്. അപ്പോൾ ആ മസ്കിനോട് എല്ലാത്തരം വിധേയത്വവും ട്രംപ് കാണിക്കുന്നുമുണ്ട്. എന്തായാലും ഇത് അമേരിക്കയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.